പഞ്ചശരങ്ങളും പോരാതെ ഗന്ധർവൻ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പഞ്ചശരങ്ങൾ എഴുതിയിരിക്കുകയാണ്. ആരാണ്? രാഹുൽ ഗാന്ധി മോദിക്കെതിരെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ പഞ്ചശരങ്ങളിൽ വല്ല വാസ്തവമുള്ളതാണോ? ഞാൻ ഈ പഞ്ചശരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സിലെ ട്വീറ്റ് ചെയ്ത രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്ത 5 പോയിന്റ്സ് ആണ്. ഒരു സമാധാനമുള്ളത് വലിയ നേതാക്കന്മാർ പലപ്പോഴും ചെയ്യുന്ന പോലെ കാളമൂത്രം പോലെ എഴുതി വിട്ടിട്ടില്ല. നരേന്ദ്രമോദിക്കെതിരെ തൊടുക്കാനുള്ള 5 ശരങ്ങൾ തൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റ വാക്കിൽ അതിന് സമയം കളഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏതൊക്കെയാണ് പൊള്ള ഏതൊക്കെയാണ് നേര് എന്ന് മനസ്സിലാക്കാനും എളുപ്പമാണ്. ഇതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 5 പോയിന്റാണ്. നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ ജനാധിപത്യത്തിലെ മര്യാദയാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനപക്ഷത്ത് നിന്ന് പ്രധാനമന്ത്രിയെ തിരുത്താനുള്ളൊരു ശക്തിയാണ്. പക്ഷേ ഉള്ളതായിരിക്കണം പറയുന്നത്, അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ വാക്യം തന്നെ PM മോഡി ഈസ് ഫ്രൈറ്റൻഡ് ഓഫ് ട്രംപ് എന്നാണ്. മോദിക്ക് ട്രംപിനെ പേടിയാണ്. മോദിക്ക് ട്രംപിനെ പേടിയാണെന്ന് ഇദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചൊരു ഘട്ടമുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ജീവനക്കാരെ അമേരിക്കയിൽ നിന്ന് ചങ്ങലക്കെട്ട്, കയ്യും കാലും ചങ്ങലക്കെട്ട് പറഞ്ഞയച്ചപ്പോൾ പല ലോകരാജ്യങ്ങൾ, ദുർബല രാജ്യങ്ങൾ പോലും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രതിഷേധിക്കാത്തൊരു സന്ദർഭം, വേണ്ടത്ര പ്രതികരിക്കാത്തൊരു സന്ദർഭം ഇന്ത്യയിലുണ്ട്. ആ ഇന്ത്യ മാറിയിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ച, അന്ന് ഇപ്പോൾ മോദി ട്രംപിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ അതല്ല. ഈ പറഞ്ഞ 5 കാര്യങ്ങളിലും അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, അലോസ് ട്രംപ് ടു ഡിസൈഡ് ആൻഡ് അനൗൺസ് ദാറ്റ് ഇന്ത്യ വിൽ നോട്ട് ബൈ റഷ്യൻ ഓയിൽ. ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങൂല എന്ന് ട്രംപിന് വാക്ക് കൊടുത്തു അത്രേ നരേന്ദ്രമോദി. എപ്പോഴാണാവോ? ആരും അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു, മോദിയോട് സംസാരിച്ചു, ലാസ്റ്റ് വീക്ക് സംസാരിച്ചപ്പോൾ ട്രംപ് പറയുകയാണ്, മോദി പറഞ്ഞു ഇത്രേ ഇനി റഷ്യൻ ഓയിൽ വാങ്ങില്ല എന്ന് പറഞ്ഞു എന്ന്. അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ചെറിയ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അതായത് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്നും നമ്മൾ ഓയിൽ വാങ്ങാൻ തയ്യാറാണ്. അതായത് ഈ നയതന്ത്ര പ്രശ്നം, ഈ പ്രശ്നം മഞ്ഞുരുകുമെങ്കിൽ അതിന് നമ്മൾ വില്ലിങ് ആണ് എന്നുള്ളൊരു തീരുമാനം സ്വകാര്യമായി ധാരണയിലെത്തിയോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നാമത്തെ കാര്യം, റഷ്യ തരുന്ന വിലക്ക് അമേരിക്ക തരില്ല. ഇന്ത്യക്ക് എപ്പോഴും ലാഭകരമായ കച്ചവടമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ അതിന് എനിക്ക് തോന്നുന്നു ജയശങ്കർ സാറ് വിദേശകാര്യമന്ത്രി കൊടുത്ത വളരെ വളരെ മനോഹരവും കൃത്യവുമായ മറുപടി ഉണ്ട്. നമ്മൾ പല ഡിസ്കസ് ചെയ്തതാണ്. ജയശങ്കർ സാറ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കറിയാം ലോകത്തിലെ ഒരു രാജ്യത്തെയും എണ്ണ ഈ ഫോസിൽ ഫ്യൂവലാണ്, അത് കുഴിച്ചെടുത്താൽ തീരുന്നതാണ്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ഞങ്ങൾക്ക് കാലാകാലവും എണ്ണ കിട്ടും എന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം എന്താ വെച്ചാൽ റഷ്യയിലെ എണ്ണയും കുഴിച്ചാൽ തീരും. അതുകൊണ്ട് ഫോസിൽ ഇന്ധനങ്ങളിൽ ഞങ്ങൾ എന്നേക്കുമായി വിശ്വാസം അർപ്പിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ മാന്യമായ കരാർ അനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ആ കരാറുള്ള കാലത്തോളം ഞങ്ങൾ വാങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞുള്ളൂ. കുറക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു രാജ്യവും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നമേ അല്ല. റഷ്യയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. 2, ഈ ഉപയോഗം ഞങ്ങൾ കുറച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് ഉൾപ്പെടെ ഞങ്ങൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ വാങ്ങുന്നത് കുറച്ചു കൊണ്ടുവരും. എങ്ങനെ? ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മറ്റ് സോഴ്സുകൾ കണ്ടെത്തും. കുഴിച്ചെടുത്താൽ തീരാത്ത റിന്യൂവൽ എനർജി സോഴ്സുകൾ കണ്ടെത്തും. അത് ഇന്ത്യ പറയുക മാത്രമല്ല, നടപ്പാക്കി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന, വെച്ചാൽ വെള്ളത്തെ വിഘടിപ്പിച്ചിട്ട് വൈദ്യുതി കടത്തി വിട്ടിട്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അങ്ങനെയുള്ള രാജ്യമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഞങ്ങൾ കുറച്ചോളാം എന്ന് അമേരിക്കയെ പേടിപ്പിക്കാനല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതി ഉണ്ട്, അത് നിങ്ങളുടേതല്ല. ലോകത്തിന് തന്നെ മാതൃകയായ മാർഗം ഞങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ, ഇനി കണ്ടാലും കണ്ടത് മനസ്സിലാക്കൂല എന്ന് നിർബന്ധമാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത് പൂർണ്ണമായും തെറ്റാണ്. 2, കീപ് സെൻഡിങ് കൺഗ്രാജുലേറ്ററി മെസ്സേജ് ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് സ്നാപ്സ്. ഇത്രയൊക്കെ ആയിട്ടും ഈ ട്രംപിന് എപ്പോഴാണ് രാഹുൽ ഗാന്ധി, എപ്പോഴാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി കൺഗ്രാജുലേറ്റ് ചെയ്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആവർത്തിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമാണ്. ഈ കഴിഞ്ഞ ഈജിപ്തിലെ ഷറം ഷെയ്ഖിലെ മീറ്റിങ്ങിൽ പോലും പോയിട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇദ്ദേഹമാണ് മഹാൻ, ഇദ്ദേഹമാണ് ദൈവം, ഇദ്ദേഹമാണ് എന്ന് ഇദ്ദേഹത്തിന് 25-ലെ നോബൽ പ്രൈസ് കൊടുത്തില്ല, വലിയ അപരാധമായി പോയി, 26-ലെങ്കിലും കൊടുക്കണം. എപ്പോഴെങ്കിലും ട്രംപിനെ അഭിനന്ദിക്കാനുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം സമീപകാലത്തുണ്ടായിട്ടുണ്ടോ? അതായത് ട്രംപ് പറഞ്ഞല്ലോ മോദി മഹാനാണ് എന്ന്
ട്രംപ് പറയുകയാണ് ചെയ്തത്. എന്നാൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, ബന്ധം നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് മോദി പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നത്. മോദി എപ്പോഴെങ്കിലും ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും മോദി ട്രംപിനെ അഭിനന്ദിച്ചതായിട്ട് ഒരു വാർത്തയും നമ്മളൊന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി മാത്രം കണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. അതും അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ കാര്യം, ക്യാൻസൽഡ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് വിസിറ്റ് ടു അമേരിക്ക. ഫൈനാൻസ് മിനിസ്റ്റർ ഇതിനിടയിൽ ഫൈനാൻസ് മിനിസ്റ്റർ അമേരിക്കയിൽ ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ ഒരു അമേരിക്കൻ പര്യടനം ക്യാൻസൽ ചെയ്തു, റദ്ദാക്കി എന്ന് പറയുന്നു. അതിലെന്താ അത്ര വലിയ വിശേഷമുള്ളത്? എത്ര മന്ത്രിമാർ പോയി? നമ്മുടെ വാണിജ്യ മന്ത്രി പോയി, നമ്മുടെ വിദേശകാര്യമന്ത്രി നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അമേരിക്കയിൽ പോയിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇഷ്യൂ, ഇപ്പോൾ ധനകാര്യമന്ത്രി പോയാൽ പരിഹരിക്കാൻ പറ്റുമോ? വിദേശകാര്യമന്ത്രി പോയിട്ട് കരാറ് ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞ ഏതെങ്കിലും തിട്ടൂരത്തിന് വഴങ്ങാത്ത സ്ഥിതിക്ക്, ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ തീരുമാനിക്കാത്ത സ്ഥിതിക്ക് ഫൈനാൻസ് മിനിസ്റ്റർ പോയാൽ തീരുമോ? ഇനി ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ പോകണ്ടെന്നുള്ളതിന് നയപരമായ കാരണങ്ങളുണ്ടാവാം, പോകേണ്ടതില്ല തീരുമാനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ പോയത് പോകുന്നതും പോകാതിരിക്കുന്നതിൽ എന്താ വിശേഷമുള്ളത്? ഇത്ര വലിയ കുറ്റപ്പെടുത്താൻ മാത്രമുള്ള കാര്യം എന്താണത് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊന്ന്, സ്കിപ്ഡ് ഷർം എൽ ഷെയ്ഖ്. അത് ശരിയാണ്, ഷർം എൽ ഷെയ്ഖിലേക്ക് മോദി പോയില്ല. അത് നല്ലതോ ചീത്തയോ? ഷർം എൽ ഷെയ്ഖിൽ എന്താ നടന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു കാർണിവൽ അല്ലാതെ അവിടെ എന്താ നടന്നത്? എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഇന്ത്യ തീരുമാനിച്ചത് എന്താ? പ്രധാനമന്ത്രി പോണ്ട, വിദേശകാര്യമന്ത്രിയും പോണ്ട, നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി എന്തായാലും ഒരു സഹമന്ത്രി പറഞ്ഞയച്ചാൽ മതി, അതിന് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കറിയാം അവിടെ എന്താ നടക്കാൻ പോകുന്നത്. എന്താ ഇന്നും ഇന്നലത്തേക്ക് വാർത്ത? ആര് തമ്മിലാ കരാറ്? ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള കരാറാണല്ലോ. ആ രണ്ടു പക്ഷവും പങ്കെടുക്കാതെ എങ്ങനെയത് കരാറാകുക? നെതന്യാഹു വന്നില്ലല്ലോ. ഈ കരാറിൽ ആദ്യം പങ്കെടുക്കേണ്ടത് നെതന്യാഹുവാണ്. നെതന്യാഹുവിനെ സ്വന്തം വിമാനത്തിൽ കൂട്ടിക്കൊണ്ടു പോകാൻ സാക്ഷാൽ ട്രംപ് ആദ്യം പോയത് ടെലവീവിലാണ്. ഈ ഇസ്രായേൽ പാർലമെന്റിൽ പങ്കെടുത്തു. എന്നിട്ട് പോലും നെതന്യാഹു പോയില്ല. നെതന്യാഹു ഒപ്പുവെക്കാത്ത ഒരു കരാറിന് എന്താ അർത്ഥം ഉണ്ടാവുക? രണ്ട് കക്ഷികൾ തമ്മിൽ, ഞാനും പ്രജിതയും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ വന്നിട്ട് ഇതാ അവർ തമ്മിൽ തർക്കം തീർന്നു എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഞങ്ങൾ തമ്മിൽ തീർന്നിരിക്കുന്നു, നമ്മൾ ഒപ്പിടണ്ടേ? രണ്ട് കക്ഷികളും ഇല്ല. ഹമാസിന് നേതാക്കന്മാരില്ല. ഉള്ള നേതാക്കന്മാരൊക്കെ ഈ ഖത്തറിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് പുതിയ നേതാവ് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹമാസ് ഒപ്പിടാത്തൊരു കരാറ് എങ്ങനെയാണ് ഈ നിലനിൽക്കുക? ഹമാസ് ഒപ്പിട്ടില്ല, നെതന്യാഹു ഒപ്പിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കരാറ് യാതൊരു പ്രയോജനവുമില്ലാത്ത കരാറാണ്. രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ ആ രണ്ട് കക്ഷികൾ പങ്കെടുക്കാത്ത മൂന്നാമത്തെ കക്ഷികൾ പങ്കെടുത്ത കരാറാണ്. ആ കരാറിൽ നമ്മുടെ നരേന്ദ്രമോദിയെ പോലൊരു നേതാവ് പോകാതിരുന്നതിൽ അഭിനന്ദിക്കല്ലേ വേണ്ടത്? സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? പോകാതിരുന്ന എത്ര നന്നായി. പോകാത്ത രാജ്യങ്ങളിപ്പോൾ സ്വയം സമാധാനിക്കുന്നുണ്ട്. ആരാ പോയത് അവിടെ? കുറച്ച് അറബ് രാജ്യങ്ങൾ പോയിരുന്നു, കുത്തിയിരുന്നു. ഷർം ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു ആഗോള വിനോദ കേന്ദ്രമാണ്. ലോകരാഷ്ട്ര തലവന്മാർക്കൊക്കെ വന്ന് കൂത്താടിയിട്ട് സുഖവാസം നടത്തി പോകാനുള്ള സ്ഥലമാണ്. അത് നടന്നു. വേറെന്താ ഗുണമുണ്ടായത്? ആ കരാറിൽ എന്താ അർത്ഥമുള്ളത്? രാഹുലിന് താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? രാഹുലിന് അവിടെ എന്തെങ്കിലും പോകാൻ താല്പര്യം? അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഇപ്പം എന്താ തർക്കം? ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എന്താ അവിടെ നടന്നത്? വെടിനിർത്തൽ തീരുമാനിച്ചപ്പോൾ ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിച്ചു. 20 ബന്ദികളെ ഇസ്രായേലിൽ വിട്ടയച്ചു. പകരം 2000 ഫലസ്തീനികളെയും വിട്ടയച്ചു. 2000 ഫലസ്തീനികളിൽ 200 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഹമാസ് തീവ്രവാദികളാവൂലേ? അവരെ നിരായുധീകരിക്കാൻ ഈ കരാറിലില്ല. ഹമാസിന്റെ അല്ലെങ്കിൽ ഗസയുടെ നിയന്ത്രണം, അധികാരം നേരത്തെ ഹമാസിനായിരുന്നു. ആ അധികാരം എടുത്തു കളയാൻ നിയമമില്ല. ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ നിയമമില്ല. ഇസ്രായേൽ സൈന്യത്തെ അവിടെ കണ്ടാൽ തന്നെ ഇപ്പോൾ സമാധാനം വന്നേ എന്ന് പറഞ്ഞിട്ട് ആർത്ത് വിളിച്ച് പല ഭാഗത്തു നിന്നും ഫലസ്തീനികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗസയിലേക്ക്. വരുമ്പോൾ ആരെയാണ് കാണുന്നത്? ഇസ്രായേൽ സൈന്യത്തെയാണ് കാണുന്നത്. തുടർച്ചയായിട്ട് പ്രകോപനം നടക്കൂലേ? ഹമാസ് പോരാളികൾ തിരിച്ചു വന്നപ്പോൾ, ജയിൽ വിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ സമാധാന പ്രേമികളായ ഫലസ്തീനികൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് ഈ നാട് കുട്ടിച്ചോറാക്കിയത് എന്ന് പറഞ്ഞിട്ട് അക്രമം നിലക്കും അവിടെ. ഇനി മാത്രമല്ല, ഇസ്രായേൽ സൈന്യത്തിന് പിന്മാറാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ? വേണ്ട. ഈ ഗസ, യുദ്ധം കൊണ്ട് തകർന്നു പോയ ഗസ ഉണ്ടല്ലോ, മരുപ്പറമ്പായി മാറിയിരിക്കുന്ന ഗസ, ചുടലക്കളമായിരിക്കുന്ന ഗസ ഉണ്ടല്ലോ, ആ ഗസ ആര് പുനർനിർമ്മിക്കും? ഈ തിരിച്ചു വരുന്ന ആളുകൾക്ക് വീട് വേണം, വേണ്ടേ? വീട് വേണം, ആശുപത്രി വേണം, വെള്ളം വേണം, മരുന്ന് വേണം. ആര് കൊടുക്കും? ആര് പുനർനിർമ്മിക്കും? റോഡ് വേണം, അണക്കെട്ടുകൾ. ആരാ ഉണ്ടാക്കി കൊടുക്കുക? പാലങ്ങളില്ല, ഒന്നുമില്ല. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? ആര് ഫണ്ട് കൊടുക്കും? ആര് നടത്തും? ഒന്നിനും ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു പ്രഹസനം മാത്രമാണ് ആ കരാർ. രാഹുൽ ഗാന്ധി വീണ്ടും എയറിലായി. കാരണം രാഹുൽ ഗാന്ധി ഈ പറഞ്ഞത് മുഴുവനും പൊള്ളത്തരാണെന്ന് വന്നു. എന്താ അർത്ഥമുണ്ട് അതിനകത്ത്? അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പം ചെയ്യേണ്ടത്, സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്,
ഈ കരാറിന് പോകാതിരുന്ന് നന്നായി എന്ന് പറയണമായിരുന്നു. അതിന് പകരം പോകാതിരുന്ന് കുറ്റപ്പെടുത്തുക. കുറ്റം പറയാൻ അവസരം കാത്തിരിക്കുക എന്ന് പറയുന്നത് ഉള്ളൂ. പക്ഷേ അതിൽ കുറ്റം പറയുന്നത് ന്യായമാണെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹം ഇത്തരം കുറ്റങ്ങൾ, ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ പരിഹാസ്യനാവുകയുള്ളൂ. പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പണി ഇതല്ല എന്ന് തന്നെയാണ് ജനാധിപത്യത്തിലെ ഒരു ബോധ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.